പല കലാകായിക മത്സരങ്ങളിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകാറുണ്ട്. 100 രൂപ പോലെയുള്ള ക്യാഷ് വാങ്ങി രജിസ്ട്രേഷൻ ഫീ വാങ്ങുന്നു. അതിന് 1ഉം 2ഉം 3ഉം സമ്മാനങ്ങൾ നൽകുന്നു. അതൊരു പക്ഷേ ഈ രജിസ്ട്രേഷൻ ഫീ വാങ്ങിയതിൽ നിന്നാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മാനങ്ങൾ നൽകുന്നത് എങ്കിൽ ഇത് ചൂതാട്ടത്തിൻ്റെ പരിധിയിൽ വരില്ലേ എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം. ഇന്ന് നമ്മൾ ഏതൊരു കലാകായികം മാത്രമല്ല, മറ്റുള്ള പോലെ ഇസ്ലാമിക രൂപത്തിലുള്ള ചില കോമ്പറ്റീഷനുകളാകട്ടെ, മത്സര ഇനങ്ങളാകട്ടെ, ഇതിനൊക്കെ പലപ്പോഴും എൻട്രി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഫീസുകൾ വാങ്ങാറുണ്ട്. ഈ ഫീസുകൾ വാങ്ങുന്നതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചൂതാട്ടവും തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി നമ്മൾ ഈ കച്ചവടവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് ഇതിലൊക്കെ ഹുക്കുമുകൾ മാറി വരിക. അത് ഈ ഉത്തരത്തിലേക്ക് വരേണ്ടിയിട്ട് മുമ്പ് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം, അത് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്നൊരു സമ്പ്രദായമാണ് ലേലം വിളി. ഇപ്പോൾ ലേലം വിളിയിൽ സ്വാഭാവികമായിട്ടും നടക്കൽ ഒരു വസ്തു വെക്കും, ആ വസ്തുവിന് മാർക്കറ്റിലുള്ള ഒരു വിലയേക്കാൾ ചെറിയ വില ആദ്യം താഴ്ത്തി പറയും. ഒരു 100 രൂപയുടെ സാധനം ചിലപ്പോൾ എന്ത് പറയും, ഒരു 75 എന്ന് പറയും. അപ്പോൾ അടുത്ത ആളത് 80 പറയും, അടുത്ത ആൾ 90 പറയും, മറ്റാൾ 100 പറയും. അങ്ങനെ ചിലപ്പോൾ അതെന്താകാം ഇരട്ടിയല്ല ചിലപ്പോൾ 1000 രൂപ വരെ അത് പറഞ്ഞ് സാധനം വിറ്റുപോകും. അപ്പോൾ അവിടെ ഈ കച്ചവടം ഒരേ അർത്ഥത്തിൽ ഹലാലുമാണ്, അതേ സമയത്ത് അത് ഹറാമാകും. എപ്പോഴാണ് ഹലാലാന്ന് വെച്ചാൽ ഈ വസ്തു എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്കും ആവശ്യമുണ്ട്, അപ്പോൾ അത് എനിക്ക് കിട്ടണം, എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല, അത് എനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനതിന് വില ഏറ്റിപ്പറഞ്ഞ് എൻ്റെത് സ്വന്തമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് വാങ്ങുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വില കൂട്ടി പറയുന്നത് എങ്കിൽ അത് ഹലാലാണ്. അതേസമയം എനിക്കത് ആവശ്യമില്ല, നിങ്ങൾക്കത് കിട്ടാൻ പാടില്ല. എന്ത് വില കൊടുത്തിട്ടാലും വേണ്ടില്ല, നിങ്ങൾക്കത് കിട്ടാൻ പാടില്ല എന്നതാണ്. അത് വില കൂട്ടുന്നതിൻ്റെ പിന്നിലെ എൻ്റെ ഉദ്ദേശമെങ്കിൽ അതേ കച്ചവടത്തിന് നജിഷി എന്നാണ് പറയുക. നജിഷ ഹറാമാണ്. രണ്ടിൻ്റെയും രൂപമൊന്ന്, അതേസമയം രണ്ടിലും നിയ്യത്ത് രണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചൂതാട്ടത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഖിമാർ എന്നാണ് ഇതിന്. ഖിമാർ എന്ന് പറഞ്ഞ കച്ചവടമാണ് ചൂതാട്ടത്തിലേക്ക് വരിക. ചൂതാട്ടത്തിന് മൈസർ എന്നാണ് അറബി പറയുക. മൈസർ എന്ന് പറഞ്ഞാൽ യുസർ എന്നൊക്കെയുള്ള പദത്തിൽ നിന്നുണ്ടായതാണ്. എളുപ്പം പണം ഉണ്ടാക്കാനുള്ള വഴി എന്നുള്ള ആൾക്കാണ് ചൂതാട്ടം എന്ന് പറയാം. ഖിമാറിൽ വരെ എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തു ലഭിക്കാനായി, ഒരു സാധനം ലഭിക്കാനായി എല്ലാ ആളുകളും പണമിറക്കുന്നു. ആ പണമിറക്കുന്നതിൻ്റെ ലക്ഷ്യം വേറെ അധ്വാനങ്ങളൊന്നുമില്ല, ഒന്നിച്ചെന്താക്കുന്നു, പണമിറക്കുന്നു. എന്നിട്ട് ആ പണം ഈ വസ്തുവിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും പല ആളുകളായിക്കൊണ്ട് നൽകുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം, നാട്ടിലെ ലോട്ടറി ചിലപ്പോൾ 10 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ മതിയാവും, 10 ലക്ഷമാണ് അടിച്ചാൽ കിട്ടുക. ഈ 10 രൂപയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തത് 10 ലക്ഷത്തിനുള്ള ആളുകളല്ല എടുക്കുക, അതിൽ എത്രയോ കൂടുതൽ ആളുകൾ എടുത്തിട്ട് അവസാനം എന്താവും, അതിൽ ലഭിക്കുന്ന ആൾക്ക് ഒരാൾക്ക് 10 ലക്ഷം കൊടുക്കും, മറ്റവർക്ക് അതിൻ്റെ താഴെയുള്ള കൊടുക്കും, അങ്ങനെ കൊടുത്ത് 10 രൂപ വരെയുള്ളത് കൊടുത്താൽ പല ആളുകൾക്കും ഒന്നും കിട്ടുന്നില്ല, എന്നാൽ പല ആളുകൾക്കും കിട്ടുന്ന രീതി. ഈ അർത്ഥത്തിലല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പോൾ മത്സര പരീക്ഷകൾക്കും മറ്റുമുള്ള എൻട്രി ഫീസ് വാങ്ങുന്നതും അതുപോലെ തന്നെ മറ്റു കായിക മേഖലകളിലുള്ള ഫീസുകൾ വാങ്ങുന്നതും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിലേക്കുള്ള ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ടിക്കറ്റ് കൊടുക്കുന്ന എന്തിനാണ്, ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒന്നിച്ചു വരികയും ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ വരുമ്പോൾ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഏത് ഉദ്ദേശമാണ് ഇത് നടത്തുന്നവനുള്ളതെന്നാണ്. ഇതിലൂടെ പണമുണ്ടാക്കലാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമാണെന്ത്, അത് ചൂതാട്ടത്തിലേക്ക് വരും. അതല്ല, ഇതിലൂടെ നിയന്ത്രണം വരുത്തലും അതുപോലെ തന്നെ നിശ്ചിത ആളുകളിലേക്ക് മാത്രമായിക്കൊണ്ട് ഇത് ഒതുക്കി നിർത്തലും മറ്റുമൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ അത് ചൂതാട്ടത്തിലല്ല വരിക. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ പരീക്ഷകളുടെ എൻട്രി ഫീസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്താ കഴിയില്ല, ഈ ചൂതാട്ടത്തിലേക്ക് എന്ന് പറഞ്ഞതിനെ കൊണ്ടുവരാൻ പറ്റുകയില്ല. കളികൾ എന്നുള്ളത് ആ കളിയുടെ സ്വഭാവവും രൂപങ്ങളൊക്കെ വെച്ച് അതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ചൂതാട്ടത്തിന് വരെ എന്തുണ്ടാവും, ഇന്നത്തെ കാലഘട്ടത്തിൽ ചൂത് കളിക്കാൻ വരെ എൻട്രി ഫീസ് കൊടുക്കേണ്ട കാലഘട്ടമാണ്. ക്ലബ്ബുകൾ ഇത്തരത്തിലുള്ള ചൂതടക്കമുള്ള സാധനങ്ങൾ ഇതിലൂടെ സംവിധാനിക്കുന്നുണ്ട്. അപ്പോൾ ഹറാമായ കളികൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അല്ലാതെ തന്നെ എന്താകുന്നുണ്ട്,
ഹറാമാകുന്നുണ്ട്. അതല്ല ഒരു ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ഒക്കെ വളർച്ച നൽകുന്ന രൂപത്തിലുള്ള നിലക്കും ആരോഗ്യവും മറ്റുമൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന രംഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ ഏത് അർത്ഥത്തിലാണ് ഇത് നടത്തുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വിധിയിൽ മാറ്റം വരിക. അത് ഹലാലും ഹറാമുമായി കൊണ്ട് പരിഗണിക്കുക എന്നേ പറയാൻ കഴിയുള്ളൂ. ഒറ്റയടിക്ക് നമുക്കത് മൈസറിൽ ആണ് ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് പറയാൻ പറ്റുകയില്ല. മൈസറിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. നേരെ എന്താവുകയാണ്, പണം കൊടുക്കുക, ആ പണത്തിന് കൊടുത്തതിൽ നിന്ന് എല്ലാവർക്കും എന്താക്കുന്നു, അതിൽ ചില ആളുകൾക്ക് നറുക്കെടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് ആ നിലക്ക് കൊടുക്കുകയാണ്. കളികളിലൊന്നും ഭാഗ്യപരീക്ഷണമല്ല പലപ്പോഴും ഉണ്ടാകാറുള്ളത്. യുദ്ധസമാനമായ രൂപത്തിലുള്ള അധ്വാനങ്ങളും മറ്റും തന്നെയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഏതായിരുന്നാലും എന്താണോ ഇത് നടത്തുന്ന ആളുകളുടെ ഉദ്ദേശം അതിനനുസരിച്ചായിരിക്കും അത് ഹലാലും ഹറാമുമാണെന്ന് പറയാൻ സാധിക്കുക. അല്ലാഹു അലം.